അപ്പോൾ ഈ പാർലറിൻ്റെ ഉടമ ലൂസി ഇപ്പോൾ നമുക്കൊപ്പം ശരിയാണ്. ലൂസി, നമസ്കാരം. ശ്രീകണ്ഠൻ നായരാണ് 24 ഫ്ലോറിൽ നിന്ന്. അപ്പോൾ ഈ കുട്ടികൾ ഏത് സാഹചര്യത്തിലാണ് ഈ സലൂണിലേക്ക് വന്ന് കയറിയത്? ഈ പിള്ളേര് രണ്ടുപേരും മുഖമൊക്കെ മറിച്ചാണ് വന്ന്. ഈ സാധാരണ വെയിലുള്ളപ്പോൾ അങ്ങനെ വരാറുണ്ട്. ഈ ബൈക്കിലൊക്കെ വരുന്നു. നമുക്ക് കൂടുതൽ അറിയത്തില്ല. അകത്ത് കയറി വന്ന് രണ്ട് കൊച്ചു പിള്ളേര്, തീരെ കൊച്ചല്ല, ടീനേജേഴ്സ്. അപ്പൊ വന്നിട്ട് ഞാനവിടെ ഇല്ലായിരുന്നു. അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു മുടി ട്രീറ്റ്മെന്റ് ചെയ്യണം, കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് ഭാഷ ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ മലയാളികളാണെന്ന് മനസ്സിലായി. അപ്പോഴത്തേനും ഇവരെന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, രണ്ട് മലയാളി പിള്ളേർ വന്നിട്ടുണ്ട്, അവർക്ക് ഭാഷ അറിയത്തില്ല, അവിടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് സമയമില്ലായിരുന്നു. ഞാൻ എന്റെ അസിസ്റ്റന്റിനെ വിട്ടു, മലയാളിയാണ്. അപ്പൊ ആ പുള്ളി താഴെ പോയിട്ട് പറഞ്ഞു, രണ്ട് കൊച്ചു പിള്ളേരാകെ മുടിയുടെ ട്രീറ്റ്മെന്റ്, കെരാറ്റിൻ, മുടിയുടെ നീളമുള്ള മുടിയൊക്കെ വെട്ടി അവർ വേറെ ഷേപ്പ് മാറ്റുവാ മുടി. ഓക്കെ, നമ്മളും അതിന്റെ ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്തു കൊടുത്തു. അന്നേരത്തേനും എന്റെ പോയ ആ സ്റ്റാഫും വന്നിട്ട് പറഞ്ഞു, ഇത് ഒട്ടും മലയാളം അല്ല, ഒട്ടും ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, ഇത് എന്ത് സ്റ്റുഡന്റ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ തമാശയായിട്ട് പറയുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ ചെന്നു, എന്തോ ചോദിക്കാൻ വേണ്ടി. അവർക്ക് ഹിന്ദി അറിയാൻ മേലാത്തോണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വരുമോ പിള്ളേരെ? പറഞ്ഞു, മഞ്ചേരിയിലാ, ഞങ്ങൾ ഇവിടെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു, വെഡിങ് അറ്റൻഡ് ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആരുടെയാന്ന് ചോദിച്ചും പറഞ്ഞു, ഒരു ഫ്രണ്ടിന്റെയാന്ന് പറഞ്ഞു. ഫ്രണ്ട്. അപ്പൊ മലയാളിയാണോന്ന് ചോദിച്ചും പറഞ്ഞു, അല്ല, ഇവിടെയുള്ള ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഏത് ജാതിക്കാരാന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അതറിയത്തില്ല. പിന്നെ എങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടായ? പറഞ്ഞു, അത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫ്രണ്ടായതാ. ഞങ്ങൾക്ക് 8 മണിയാകുമ്പം അവിടെ എത്തിയിരിക്കണം, 8 മണിയാകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പനവേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട്. ഓക്കെ, അപ്പോൾ അല്ല, ഈ ലൂസി, ഈ റഹീം അസ്ലം എന്ന് പറഞ്ഞ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അയാളും നിങ്ങളും തമ്മിൽ സംസാരിച്ചായിരുന്നു? സംസാരിച്ചു. അയാൾ എങ്ങനെയുള്ള ഒരാളായിട്ടാണ് ഫീൽ ചെയ്തത്? ഈ പിള്ളേർ വന്നപ്പോ ആരും കൂടെ ഇല്ല, ഇവര് തന്നെയാ വന്നേ. അപ്പം നമ്മുടെ സലൂണിൽ ആര് വന്നാലും നമ്മൾ അവരുടെ പേര്, കോണ്ടാക്ട് നമ്പർ എടുക്കും. അപ്പൊ ഈ പിള്ളേര് പേര് തന്നു, ഒന്ന് ഐഷയും ഒന്ന് പിന്നെ എന്തോ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം പേര് തന്നു. പക്ഷെ പറഞ്ഞു, ഞങ്ങളുടെ ട്രെയിനിൽ വന്നപ്പോ ഞങ്ങളുടെ ബാഗൊക്കെ കളവ് പോയി, അപ്പം ഞങ്ങളുടെ കയ്യില് ഫോൺ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്പർ തന്നില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ വിളിക്കണം, ഒരു ഫോണും തരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഞങ്ങൾ കൗണ്ടറിലിരുന്ന് ഒരു ഫോൺ കൊടുത്തു. അവരാരുമായിട്ട് സംസാരിച്ചു എന്ന് എനിക്കറിയത്തില്ല. ആ ഫോൺ എടുത്തോണ്ട് പിന്നെ ഞാൻ വെളിയിൽ പോയപ്പോൾ എനിക്ക് ഈ റയീസ് എന്ന് പറയുന്ന ആളാണെന്ന് തോന്നുന്നു, ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ, എനിക്ക് മിസ് കോൾ ഇട്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആർക്കും മിസ് കോൾ ഇട്ടില്ലല്ലോ. പിന്നെ എനിക്ക് ഓർമ്മ വന്നു ഈ പിള്ളേരെ. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ട് പിള്ളേർ മുടി ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിട്ടുണ്ട്, അവരായിരിക്കും എന്ന് പറഞ്ഞു. അവർക്കൊന്ന് കൊടുക്കാവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വെളിയില്ല, ഇപ്പം കൊടുക്കത്തില്ല, ചെന്ന് കഴിഞ്ഞിട്ട് കൊടുക്കാം, അർജന്റ് ആണോന്ന് ചോദിച്ചു. പറഞ്ഞാൽ അല്ല, ഒക്കെ ചെന്നിട്ട് ഞാൻ മറന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ വിളിച്ചിട്ട് വെച്ചു, പിള്ളേർക്കൊന്ന് കൊടുക്കാവോ? പിന്നെ എൻ്റെ സലൂണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ആരുടെയെങ്കിലും ഒരു ഫോൺ കൊടുക്ക്, അവരുടെ ഫ്രണ്ടിനോട് സംസാരിക്കാനാന്ന് പറ, റയീസ് ഏതാണ്ടാ പേര് എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. ഇത്രയുള്ള അറിയത്തുള്ളൂ. അത് കഴിഞ്ഞ് അവർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയി. അത് ബിഫോർ ആഫ്റ്റർ ക്ലിപ്പ് എടുക്കുവേ, ഫോട്ടോ എടുക്കും. അത് നിങ്ങൾക്ക് കിട്ടിയോ അറിയത്തില്ല. പിന്നെ അവർ കോണ്ടാക്ട് ചെയ്തോ? ഇല്ല. പിന്നെ ഈ റയീസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ പിള്ളേരെ, ഞാൻ അയാളോട് പറഞ്ഞു, ഇവര് പനവേലിന് പോകണമെന്നൊക്കെയാ പറയുന്നത്, ബസ്സിന് പോകണമെന്നൊക്കെ പറയുന്നത്, ഭയങ്കര ദൂരമാണല്ലോ എന്നിങ്ങനെ ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുക, ചേച്ചി ലൊക്കേഷൻ ഒന്ന് ഇടാവോന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ ഞാനപ്പോ എന്റെ സലൂണിന്റെ പേര് ലൊക്കേഷനും ഇട്ട് കൊടുത്തു. കുറച്ചു നേരം കഴിയുമ്പോൾ പറഞ്ഞു, പിള്ളേരോട് പോകരുത്, അവിടെ നിൽക്കണമെന്ന് പറയാം. അപ്പൊ ഞാൻ ഉടനെ ഫോണിൽ കൂടെ ആ പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഫ്രണ്ട് ഇങ്ങോട്ട് വരുവാൻ, നിങ്ങൾ പോകണ്ട, വഴി തെറ്റിപ്പോവും, അതുകൊണ്ട് ഫ്രണ്ട് വരുന്നുണ്ട്, നിങ്ങളും ഇല്ലോ, അയാൾ വന്നു കഴിയുമ്പോൾ അയാളുടെ കൂടെ പൊക്കോളാൻ പറഞ്ഞേ. പിന്നെ ഞാൻ വിചാരിച്ചു മുകളിൽ പിള്ളേർ അവിടെ ഇരിപ്പുണ്ടായിരിക്കുമെന്ന്. കുറച്ച് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് എന്റെ സ്റ്റാഫ് പറയുന്നത്, ഇല്ല, മാഡത്തിന്റെ ഫോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ബാഗൊക്കെ എടുത്ത് പോയെന്ന്. അപ്പം ഞാൻ തന്നെ അവരോട് പറഞ്ഞെന്ന് എന്റെ സ്റ്റാഫിനും അറിയത്തില്ലല്ലോ. അങ്ങനെ പറ്റിപ്പോയി. മനസ്സിലായി. താങ്ക് യു ലൂസി, നമ്മോടൊപ്പം ചേർന്നതിന്. മുംബൈയിലെ സലൂൺ ഉടമ ലൂസിയാണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത്. എന്നാൽ ഈ പെൺകുട്ടികൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ നിന്ന് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്.